Hi all, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആൻജിയോസ്പേം മോർഫോളജിയിൽ വരുന്ന ഇൻഫ്ലോറസൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ഒരു പോർഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്കൊരു ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫ്ലവറിങ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് ഉണ്ട്. അതിൽ എന്തൊക്കെ ആണ് നിങ്ങൾ റെഫർ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കിലുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞങ്ങളുടെ സിലബസും നിങ്ങളുടെ സിലബസും തമ്മിൽ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതിൻ്റെ ആപ്റ്റായിട്ട് ഏതൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ടെക്നിക്കൽ ടേംസിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ പെഡങ്കിളുടെ നേച്ചറും അതുപോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റും അനുസരിച്ചിട്ട് ഫ്ലവേഴ്സിനെ മെയിനായിട്ട് മൂന്നായിട്ട്, അല്ലെങ്കിൽ ഇൻഫ്ലോറസൻസിനെ മെയിനായിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റെസിമോസ്, സൈമോസ് ആൻഡ് സ്പെഷ്യൽ. റെസിമോസ് എന്ന് പറഞ്ഞാൽ റെസിമോസിനെ നമ്മൾ ഇൻഡെഫിനിറ്റ് അല്ലെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് ഇൻഫ്ലോറസൻസ് എന്നും പറയാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ ആക്സിസ്, അതായത് പെഡങ്കിൾ എന്ന് പറയുന്ന ആ ഒരു മെയിൻ ആക്സിസ് എന്താണ്, ഒരു ഫ്ലവറിലല്ല അവസാനിക്കുന്നത്. അതിനെന്താണ്, അൺലിമിറ്റഡ് ആയിട്ട് ഗ്രോ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് ആ ഒരു മെയിൻ ആക്സിസിനുണ്ട്. ഇൻഡെഫിനിറ്റ് ആയിട്ട് അതെന്ത് ചെയ്യും, ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. അതൊരു ഓൾഡർ ഫ്ലവറിലല്ല അവസാനിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതെന്താണ്, ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കാനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്, ഇതിൻ്റെ മെയിൻ ആക്സിസിനുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുന്നത് അക്രോപിറ്റൽ സക്സഷനിലാണ്. ഐദർ സൈഡിൽ, രണ്ട് സൈഡിലും അക്രോപിറ്റൽ സക്സഷനിലാണ് ഈ ഒരു ഫ്ലവർ, ഈ ഒരു പെഡങ്കിളിൽ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുന്നുണ്ടാവുക. അക്രോപിറ്റൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ ഓൾഡർ ഫ്ലവേഴ്സ് ബേസിലും യങ്ങർ ഫ്ലവേഴ്സ് ടിപ്പിലും കാണുന്ന ആ ഒരു പാറ്റേണിനെ പറയുന്ന പേരാണെന്ത്, അക്രോപിറ്റൽ സക്സഷൻ. അതായത് നമ്മുടെ ആദ്യം വിരിയുന്ന പൂക്കളില്ലേ, ആദ്യം വിരിയുന്ന പൂക്കൾ നമ്മുടെ പെഡങ്കിളിൻ്റെ ഏറ്റവും താഴെയായിരിക്കും ഉണ്ടാവുക. പിന്നെ വിരിയുന്ന നമ്മളെ ചെറിയ പൂക്കളില്ലേ, പിന്നെ വിരിയുന്ന യങ്ങർ ആയിട്ടുള്ള ഫ്ലവേഴ്സ് എവിടെയായിരിക്കും, ടിപ്പിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓൾഡർ ആയിട്ടുള്ള ഫ്ലവേഴ്സ്, ആദ്യം വിരിയുന്ന പൂക്കൾ പെഡങ്കിളിൻ്റെ താഴെയും പിന്നെ വിരിയുന്ന പൂക്കൾ മേലെ ആയിട്ട് ടിപ്പിലൊക്കെ ആയിട്ടാവും എന്തുണ്ടാവാം, ഫ്ലവേഴ്സ് കാണുന്നുണ്ടാവും. അതിനെയാണ് നമ്മൾ അക്രോപിറ്റൽ സക്സഷൻ, അതായത് ഓൾഡർ ഫ്ലവേഴ്സ് ബേസിലും യങ്ങർ ഫ്ലവേഴ്സ് ടിപ്പിലും കാണുന്നതിനാണ് നമ്മൾ അക്രോപിറ്റൽ സക്സഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ചില സമയങ്ങളിൽ എന്ത് ചെയ്യും, ഈ മെയിൻ ആക്സിസ്, അതായത് നമ്മുടെ പെഡങ്കിളിൻ്റെ മെയിൻ ആക്സിസ് എന്ത് ചെയ്യും, ബ്രാഞ്ച് ചെയ്യും. അതും ഏത് രീതിയിലാണ്, അക്രോപിറ്റൽ സക്സഷനിൽ തന്നെ ബ്രാഞ്ച് ചെയ്യും. ആ ബ്രാഞ്ചസിൽ ഫ്ലവേഴ്സ് എങ്ങനെയായിരിക്കും, അക്രോപിറ്റൽ സക്സഷനിൽ തന്നെയായിരിക്കും അറേഞ്ച് ചെയ്യുന്നുണ്ടാവുക. അങ്ങനത്തെ കേസും ഉണ്ട് റെസിമോസിൽ. ഓക്കെ. ചില സമയങ്ങളിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ മെയിൻ ആക്സിസ് എന്ത് ചെയ്യും, വളരെ ഷോർട്ടായിട്ട് മാറിയിട്ട് ഫ്ലവേഴ്സ് ഒരു ക്ലസ്റ്റർ പോലെ ആയിരിക്കും ഉണ്ടാവുക. അതിൽ ഓൾഡർ ആയിട്ടുള്ള ഫ്ലവേഴ്സ് പെരിഫറയിലും യങ്ങർ ആയിട്ടുള്ള ഫ്ലവേഴ്സ് സെൻറ്ററിലും ആയിരിക്കും ഉണ്ടാവുക. അങ്ങനത്തെ സക്സഷനെ പറയുന്ന പേരാണ് നമ്മൾ സെൻട്രിപെറ്റൽ സക്സഷൻ എന്നാണ് അതിനെ പറയുന്നത്. അതായത് ഓൾഡർ ഫ്ലവേഴ്സ് മാർജിനൽ അല്ലെങ്കിൽ പെരിഫറൽ ആയിട്ടും യങ്ങർ ആയിട്ടുള്ള ഫ്ലവേഴ്സ് സെൻറ്റർ ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ഓക്കെ. ഇനി റെസിമോസ് ഇൻഫ്ലോറസൻസിൻ്റെ പല ടൈപ്പ് വരുന്നുണ്ട്. അതിൽ കോമൺ ആയിട്ടുള്ള കുറച്ചെണ്ണമാണ് നമ്മൾ നോക്കുന്നത്. റെസീം, പാനിക്കിൾ, കോറിംബ്, സ്പൈക്ക്, സ്പാഡിക്സ്, അമ്പൽ, ക്യാപിറ്റുലം, കാറ്റ്കിൻ. ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള റെസിമോസ് ഇൻഫ്ലോറസൻസ്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യത്തെയാണ് എന്ത്, റെസീം. ഇതാണ് റെസിമോസ് ഇൻഫ്ലോറസൻസിൽ സിംപ്ലസ്റ്റ് ആയിട്ടുള്ളതാണ് എന്ത്, റെസീം എന്ന് പറയുന്നത്. ഇതിലെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പെഡങ്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫ്ലോറസൻസിൻ്റെ മെയിൻ ആക്സിസിനെയാണ് നമ്മൾ പെഡങ്കിൾ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം ഇതാണ് പെഡങ്കിൾ. ഓക്കെ. ഇതിൻ്റെ മെയിനായിട്ട് ഒരു പെഡങ്കിൾ ഉണ്ടായിരിക്കും. ആ പെഡങ്കിളിൽ
ഒരുപാട് ഫ്ലവേഴ്സ് എക്രോപിറ്റൽ സക്സഷൻ, അതായത് നമ്മുടെ ഓൾഡർ ഫ്ലവേഴ്സ് ഏറ്റവും ബേസിലും യങ്ങർ ഫ്ലവേഴ്സ് ടിപ്പിലും കാണുന്ന ആ ഒരു സക്സഷന് പറയുന്ന പേരാണ് എന്ത്? എക്രോപിറ്റൽ സക്സഷൻ. എക്രോപിറ്റൽ സക്സഷനിലായിരിക്കും ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കാം. എല്ലാ ഫ്ലവേഴ്സും എന്തായിരിക്കും? പെഡിസിലേറ്റ് ആയിരിക്കും. പെഡിസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പെടങ്ങളിലേക്ക് ഫ്ലവറിനെ ജോയിൻ ചെയ്യുന്ന ആ ഒരു സ്റ്റോക്കിന് പറയുന്ന പേരാണ് എന്ത്? പെഡിസിൽ. അതായത് നമ്മുടെ ഈ പൂവിൻ്റെ സൈഡിൽ കാണുന്ന ഈ ഒരു ഭാഗമാണ് എന്ത്? പെഡിസിൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള പിക്ചർ വരയ്ക്കാൻ പഠിക്കാം. അപ്പോൾ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുതാനും പെട്ടെന്ന് ആ ഒരു പിക്ചറും കൂടി വരച്ചു കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ റെസിമോസ് ഇൻഫ്ലോറസൻസിൻ്റെ ഒരു സിംപ്ലസ്റ്റ് ടൈപ്പാണ് എന്ത്? റെസീം എന്ന് പറയുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഫ്ലവേഴ്സും എന്തായിരിക്കും? പെഡിസലേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണത് വരയ്ക്കുക. ഇത് വരയ്ക്കാനായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളാണ് ക്രോട്ടലേറിയ, ഗ്ലൈറിസിഡിയ എന്നൊക്കെ പറയുന്നത് ഈ ഒരു റെസീം ഇൻഫ്ലോറസൻസിൻ്റെ എക്സാമ്പിളാണ്. ഇനി അടുത്തതാണ് എന്ത്? പാനിക്കിൾ. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ക്രോട്ടലേറിയനെ കണ്ടാലോ. ഇതാണ് ക്രോട്ടലേറിയ അല്ലെങ്കിൽ കിളിക്കാമ്പെട്ടി എന്ന് പറയുന്നത്. ഇതെന്താണ്? റെസീം ഇൻഫ്ലോറസൻസ് ആണ്. ഓൾഡർ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? ബേസിലും യങ്ങർ ഫ്ലവേഴ്സ് ടിപ്പിലുമാണ് കാണുന്നത്. എക്രോപിറ്റൽ സക്സഷൻ ആണ്. എല്ലാ ഫ്ലവേഴ്സും എന്താണ്? പെഡിസിലേറ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പാനിക്കിൾ നോക്കാം. അടുത്ത ഇൻഫ്ലോറസൻസ്. പാനിക്കിൾ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? ബ്രാഞ്ചഡ് ആയിട്ടുള്ള റെസീമാണ്. അതായത് നമ്മുടെ ഈ റെസീം ഒന്ന് ബ്രാഞ്ച് ചെയ്തതാണ് എന്ത്? പാനിക്കിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പെടങ്ങൾ എന്ത് ചെയ്യും? ബ്രാഞ്ചസ് ഉണ്ടാക്കും. സെക്കൻഡറി ബ്രാഞ്ചസ് അല്ലെങ്കിൽ സെക്കൻഡറി പെഡങ്കിൾസ് ഉണ്ടാക്കും. അത് എക്രോപിറ്റൽ സക്സഷനിലായിരിക്കും ആ പെഡങ്കിൾസ് ഉണ്ടാക്കുന്നത്. അതിലെന്തുണ്ടായിരിക്കും? ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും. ആ ഒരു സെക്കൻഡറി പെഡങ്കിളിൽ ഫ്ലവേഴ്സ് അറൈസ് ചെയ്യുന്നുണ്ട്. അതും എക്രോപിറ്റൽ സക്സഷനിലായിരിക്കും. ചില സമയങ്ങളിൽ ഈ സെക്കൻഡറി പെഡങ്കിൾ വീണ്ടും ബ്രാഞ്ച് ചെയ്തിട്ട് ടെറിഷറി പെഡങ്ങളും ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മാംഗോ, തേക്ക് ഒക്കെ, അതായത് നമ്മുടെ തേക്ക്, മാവ് ഒക്കെ എന്താണ്? പാനിക്കിളിന് എക്സാമ്പിളാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പെഡങ്കിളാണ്. ഈ പെടങ്ങൾ എന്ത് ചെയ്യും? സെക്കൻഡറി ബ്രാഞ്ച് ചെയ്യും. ഈ ബ്രാഞ്ചുകളൊക്കെ എന്താണ്? സെക്കൻഡറി ബ്രാഞ്ചുകളാണ്. ഇതും ഈ ബ്രാഞ്ച് ചെയ്യുന്നതും ഏത് അടിസ്ഥാനത്തിലാണ്? എക്രോപിറ്റൽ സക്സഷനിൽ തന്നെയാണ്. ഏറ്റവും ഓൾഡർ ആയിട്ടുള്ളത് താഴെയും യങ് ആയിട്ടുള്ളത് മേലെയും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ബ്രാഞ്ചിങ്ങും. ആ ബ്രാഞ്ചിങ്ങിലും എന്തുണ്ടായിരിക്കും? ഫ്ലവേഴ്സ് ഇതേ അക്രോപെട്രൽ സക്സഷനിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നുണ്ടാവുക. ചില സമയത്ത് ഈ സെക്കൻഡറി പെടങ്ങൾ വീണ്ടും എന്ത് ചെയ്യാം? ഇങ്ങനെ വീണ്ടും ടെറിഷറി പെടങ്ങളായിട്ട് മാറും ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് പാനിക്കിൾ എന്ന് പറയുന്നത്. ബ്രാഞ്ചഡ് ആയിട്ടുള്ള റെസീമാണ് എന്ത്? പാനിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ മാവ്, തേക്ക് അതിൻ്റെയൊക്കെ ഫ്ലവേഴ്സ് പാനിക്കിളാണ്. ഇനി അടുത്തൊരു ഫ്ലവർ ഇൻഫ്ലോറസൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോറിമ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇതൊരു ടൈപ്പ് ഓഫ് റെസീമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പെടങ്ങൾ വളരെ ഷോർട്ടായിരിക്കും. പെടങ്ങൾ നല്ല ഷോർട്ടായിരിക്കും. പെഡിസിലേറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് എക്രോപിറ്റലി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ പെടങ്ങളിൽ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പെഡിസൽ എന്ന് പറയുന്നതിന് ഡിഫറെൻറ്റ് ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക. അതായത് നമ്മുടെ പെടങ്ങളിലേക്ക് ഫ്ലവറിനെ അറ്റാച്ച് ചെയ്യുന്ന ആ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് പല ലെങ്ത്തിലായിരിക്കും ഉണ്ടാവുക. അതായത് നമ്മുടെ ബേസിലുള്ള ഓൾഡർ ഫ്ലവേഴ്സ് ബേസിലാണല്ലോ, ആ ഫ്ലവേഴ്സിന് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള പെഡിസിലായിരിക്കും ഉണ്ടാവുക. യങ്ങർ ആയിട്ടുള്ള ഫ്ലവേഴ്സ് അല്ലെങ്കിൽ യങ്ങസ്റ്റ് ആയിട്ടുള്ള ടെർമിനൽ ആയിട്ടുള്ള ഫ്ലവേഴ്സിന് ഷോർട്ടസ്റ്റ് പെഡിസിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇങ്ങനത്തെ ഇത് കാരണം എന്ത് സംഭവിക്കും? ഈ ഫ്ലവർ എന്ന് പറയുന്നത് ഏകദേശം സെയിം ലെവലിലായിരിക്കും എന്തുണ്ടാവാം? ഏകദേശം സെയിം ലെവലിലായിരിക്കും ഇതിൻ്റെ എന്തുണ്ടായിരിക്കും? ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കാം. ചില കേസിൽ ഈ മെയിൻ ആക്സിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇലോങ്ങേറ്റ് ചെയ്തിട്ട് കോറിമ്പ് എന്ന് പറയുന്നത് റെസീമായിട്ട് മാറാറുണ്ട് ചില കേസുകളിൽ. എക്സാമ്പിൾ സെസാൽപീനിയ, ഗൈനാൻഡ്രോപ്സിസ്
നാർസിസ് ഒക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം ഫ്ലവർ എങ്ങനെയാണ് വരുന്നതെന്ന്. ഓക്കെ, നമ്മൾ ഈ ഒരു പിക്ചറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പിക്ചർ കണ്ടില്ലേ, ഇതിൽ ഓൾഡർ ഫ്ലവേഴ്സ് എവിടെയാണ്? ഓൾഡർ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം സെയിം ലെവലിലാണ് അല്ലേ? ഓൾഡർ ഫ്ലവേഴ്സ് ആണ് ബേസിൽ ശരിക്കും, എന്നാലും പെഡിസിൽ എന്താണ് പല ലെങ്ത് ആയതുകൊണ്ട് എല്ലാവരും സെയിം ലെവലിൽ നിൽക്കുന്ന പോലെ തോന്നും. അതിൽ തന്നെ ചില കേസിൽ എന്ത് ചെയ്യും, ഈ ഇടയിലുള്ള പെഡങ്കിളിൻ്റെ ലെങ്ത്ത് ഇടയിലുള്ള പെഡങ്കിൾ ഗ്രോ ചെയ്തിട്ട് ഇതൊരു റെസീമായിട്ട് മാറാറുണ്ട് ചില കേസിൽ. അപ്പോൾ ഈ പെഡങ്കിളിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ പെഡിസൽ എന്താണ് പലതിലും പല ലെങ്ത് ആണ്. ഏറ്റവും ബേസിലുള്ളത് ഇതാണ്, ഇതിൻ്റെ ലെങ്ത് എന്താണ് എല്ലാത്തിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ബേസിലുള്ളവർക്ക് കൂടിയിട്ട് ഏറ്റവും അറ്റത്തുള്ള യങ്ങർ ആയിട്ടുള്ള ഫ്ലവേഴ്സിന് എന്തായിരിക്കും ഈ ഒരു പെഡിസലിൻ്റെ ലെങ്ത് കുറവായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനെ സെയിം ലെവലിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പെഡിസലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പം നോക്കുമ്പോൾ എന്താണ് എല്ലാതും ഒരേ ലെവലിലുള്ള പോലെ നമുക്ക് തോന്നും. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ നോക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഷോർട്ട് ആയിട്ടുള്ള പെഡങ്കിളായിരിക്കും. അതുപോലെ തന്നെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നതിന് പെഡിസൽ എന്താണ് ഡിഫറെൻറ്റ് ലെങ്ത്തിലായിരിക്കും ഉണ്ടാവുക. ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ പെഡിസൽ ലോങ്ങസ്റ്റ് ആയിരിക്കും. അതുപോലെ യങ്ങർ ആയിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ പെഡിസലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും ഷോർട്ടസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു സെയിം ലെവലിലായിരിക്കും എല്ലാ ഫ്ലവേഴ്സും കാണുന്നുണ്ടാവുക. ഓക്കെ, എക്സാമ്പിൾ ആലോചിക്കുക. സെസാൽപീനിയ, ഇതാണ് സെസാൽപീനിയ. ഇതിൻ്റെ ഫ്ലവേഴ്സ് നോക്കിയാൽ നമുക്കറിയാം കണ്ടോ, ഓരോന്നിൻ്റെയും എന്താണ് പെഡിസലിൻ്റെ ലെങ്ത്തിൽ വ്യത്യാസമുണ്ട്. അതുപോലെ ചില സമയത്ത് എന്താണ് ഇവിടെ ചെറിയൊരു തരത്തിലുള്ള ഒരു ഇലോങ്ങേഷൻ നടന്നിട്ടുണ്ട്. ഓക്കെ, ഏകദേശം ഒരേ ലെവലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് റെസീമ് പോലെ തോന്നുന്ന രീതിയിൽ ചെറിയൊരു ഇലോങ്ങേഷൻ ഇതിൻ്റെ പെഡിസലിൽ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് കോറിംബ് ഇൻഫ്ലോറസൻസ് ആണിത്. ഇനി അടുത്തതിലേക്ക് പോവാം. സ്പൈക്കാണ് അടുത്തത്. സ്പൈക്കിൻ്റെ പ്രത്യേകത എന്താണ്? സ്പൈക്ക് എന്ന് പറയുന്നത് നമ്മളെ റെസീമിൻ്റെ അതേപോലെ തന്നെയാണ് എന്ത് സ്പൈക്ക്. അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സെസൈൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അതായത് സെസൈൽ എന്ന് പറഞ്ഞാൽ പെഡിസൽ ഇല്ലാത്ത ഫ്ലവേഴ്സിനെ പറയുന്ന പേരാണെന്ത് സെസൈൽ ഫ്ലവേഴ്സ്. അതായത് പെഡങ്കിളിലേക്ക് ഡയറക്റ്റ് ആയിട്ടായിരിക്കും ഈ ഒരു ഫ്ലവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിനൊരു പെഡിസലോ കാര്യങ്ങളോ ഒരു ചെറിയ സ്റ്റോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അങ്ങനത്തെ ഫ്ലവേഴ്സിനെയാണ് നമ്മൾ സെസൈൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പൈക്കിൽ എങ്ങനെയാണ് റെസീമിനെ പോലെ തന്നെയാണ്, പക്ഷെ എന്താണ് സെസൈൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് ഉണ്ടാവുക. അതിന് എക്സാമ്പിളാണ് അക്കൈറാന്തസ്, അതേപോലെ സെലോഷിയൊക്കെ. ഇനി ചില കേസിൽ ഈ സ്പൈക്കിൻ്റെ മെയിൻ ആക്സിസ് എന്ത് ചെയ്യും ബ്രാഞ്ച് ചെയ്യും. ആ ഓരോ ബ്രാഞ്ചിലും എന്താണ് സ്പൈക്ക് പോലെ ഉണ്ടാവും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് സ്പൈക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഏർവ. അതുപോലെ ഗ്രാസസിലൊക്കെ സ്മോൾ ആയിട്ടുള്ള സ്പൈക്കുകളാണ് കാണുക. അതിനെ നമ്മൾ സ്പൈക്ക്ലെറ്റ്സ് എന്നാണ് പറയുക. ഇപ്പം നമ്മൾ സ്പൈക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് റെസീമ് പോലെ തന്നെയാണ് അറേഞ്ച്മെൻറ്റ്. എന്തില്ലാന്നേ ഉള്ളൂ, പെഡിസൽ ഇല്ലാന്നേ ഉള്ളൂ. റെസീമ് പോലെ തന്നെയാണ് എന്തിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, സ്പൈക്കിൻ്റെ ഇൻഫ്ലോറസസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡയഗ്രമാറ്റിക് പിക്ചർ വരയ്ക്കാൻ നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇങ്ങനെയാണ് എന്ത് വരുന്നത് സ്പൈക്ക് ഇൻഫ്ലോറസൻസ് വരുന്നത്. ഇതാണ് എന്താ അക്കൈറാന്തസിൻ്റെ ഫ്ലവർ. ഇതെന്താണ് സെസൈൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്. ഓക്കെ, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സെസൈൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ റെസീമോ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സ്പൈക്ക് ഇൻഫ്ലോറസൻസ് നോക്കി. ഇനി അടുത്താണ് എന്ത് സ്പാഡിക്സ് ഇൻഫ്ലോറസൻസ്. സ്പാഡിക്സ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്ന ഒരു റെസീമോസ് ഇൻഫ്ലോറസൻസ് ആണ്. ഇതിൻ്റെ പെഡങ്കിൾ എന്തായിരിക്കും തിക്കായിരിക്കും, ഫ്ലഷി ആയിരിക്കും. ചില സമയങ്ങളിൽ എന്തായിരിക്കും, ചില സമയങ്ങളിൽ നിന്നല്ല, തിക്കായിരിക്കും, ഫ്ലഷി ആയിരിക്കും, കളേർഡ് ആയിരിക്കും. ഇതിൻ്റെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും, സെസൈൽ ആയിരിക്കും, യൂണിസെക്ഷൽ ആയിരിക്കും. യൂണിസെക്ഷൽ എന്ന് പറഞ്ഞാൽ മെയിൽ ഫ്ലവേഴ്സും ഉണ്ടാവും, ഫീമെയിൽ ഫ്ലവേഴ്സും ഉണ്ടാവും. അങ്ങനെ രണ്ട് ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും.
അങ്ങനത്തെ ഈ യൂണിസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് എന്ത് ചെയ്യും, ഈ പെഡങ്കിളിന്റെ ഡിപ്രഷനിൽ സിങ്ക് ചെയ്തിട്ടുണ്ടാവും. അതായത് ആ കുഴികളിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത പോലെ ആയിരിക്കും എന്തുണ്ടാവുക, ഈ ഒരു യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ഉണ്ടാവുക. ആ ഡിപ്രഷനെ പറയുന്ന പേരാണ് സ്പോഡിസസ് എന്ന്. സ്പോഡൈസിസ് എന്ന് പറയുന്നത് ആ ഒരു ഡിപ്രഷനെ പറയുന്ന പേരാണ് സ്പോഡൈസിസ് എന്ന്. ഓക്കെ, ആ ഡിപ്രഷൻ്റെ ഉള്ളിലായിരിക്കും ഈ ഒരു ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഈ ഇൻഫ്ലോറസൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ലെതറി ബ്രാക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ആ ഒരു ഇൻഫ്ലോറസനെ മൊത്തത്തിൽ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനെ പറയുന്ന പേരാണ് സ്പെയ്ത്ത്. ജനറലായിട്ട് മെയിൽ ഫ്ലവേഴ്സ് ബേസലും, മെയിൽ ഫ്ലവേഴ്സ് അല്ല ഫീമെയിൽ ഫ്ലവേഴ്സ് ബേസലും മെയിൽ ഫ്ലവേഴ്സ് ടെർമിനലിലും ആണ് കാണാറ്. അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്, പെൺപൂക്കൾ താഴെയും ആൺപൂക്കൾ മേലെയുമാണ് കാണാറ്. ഇതെന്ന് പറഞ്ഞാൽ ഈ സ്പാഡിക്സ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത് മോണോക്കോട്ടിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇത് നമ്മുടെ കൊളക്കേഷ്യ, ചേമ്പ്, ചേന, അതുപോലെ നമ്മുടെ തെങ്ങും പൂക്കലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ വാഴ, കവുങ്ങ്, അടക്കയൊക്കെ ഉണ്ടാവുന്ന അതിൻ്റെയൊക്കെ ഫ്ലവേഴ്സ് എന്താണ്, അടക്കാപ്പഴം എന്ന് പറയുന്ന അതല്ല കേട്ടോ, നമ്മുടെ അരിക്കനട്ട്, കവുങ്ങ്, അതിൻ്റെയൊക്കെ ഫ്ലവേഴ്സ് എങ്ങനെയാണ്, സ്പാഡിക്സ് ഇൻഫ്ലോറസൻസ് ആണ്. അമോർഫോഫാലസ് എന്ന് പറഞ്ഞാൽ ചേന. പിന്നെ കോക്കോസിൻ്റെയും അരിക്കേൻ്റെയും കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഇൻഫ്ലോറസൻസ് ആണ് കാണുന്നത്. അതായത് സ്പാഡിക്സിൻ്റെ ബ്രാഞ്ചഡ് ആയിട്ടുള്ള സ്പാഡിക്സ് ആണ് കാണുന്നത്. അതുപോലെ തന്നെ എന്താണ്, അതിൻ്റെ സ്പെയ്ത്ത് എന്ന് പറയുന്നത് ബോഡ് ഷേപ്പ്ഡ് ആണ്. അത് നമ്മളെ കോക്കോസിൻ്റെ സ്പെയ്ത്ത് എന്ന് പറയുന്നതാണ് എന്ത്, അതിൻ്റെ കൊതുമ്പ് നമ്മൾ പറയില്ല, കൊതുമ്പ്, അതൊക്കെ അതിൻ്റെ സ്പെയ്ത്താണ്, അതൊരു ബ്രാക്റ്റാണ്. അപ്പോൾ അതാണ് സ്പാഡിക്സിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ഇതാണ് അതിൻ്റെ പെഡങ്കിൾ എന്ന് പറയുന്നത്. കളേർഡ് ആയിട്ടുള്ള പെഡങ്കിൾ ഉണ്ടായിരിക്കും. ആ പെഡങ്കിളിൽ എന്തായിരിക്കും, ഡിപ്രഷനിൽ ഈ ഫ്ലവർ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, യൂണിസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവർ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും ഈ പെഡങ്കിളിൽ. അതുപോലെ ഇതെന്ന് പറയുന്നത് ഒരു ബ്രാക്റ്റ് ആണ്, സ്പെയ്ത്ത് എന്ന് പറയും നമ്മൾ, സ്പെയ്ത്ത്. സ്പോഡൈസസ് എന്ന് പറയുന്ന ആ ഒരു ഡിപ്രഷനിലായിരിക്കും ആ ഒരു ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ ആന്തൂറിയത്തിലൊക്കെ അതേ ഫ്ലവേഴ്സാണ് കാണുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇൻഫ്ലോറസൻസ് ആണ് എന്ത്, ഇനിയുള്ളതാണ് എന്ത്, അമ്പൽ ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്ന ഒരു റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള പെഡങ്കിൾ എന്ന് പറയുന്നത് എന്താണ്, ഷോർട്ടാണ്. അതിൻ്റെ ടിപ്പിൽ എന്തുണ്ടായിരിക്കും, ഒരു വേൾ ഓഫ് ബ്രാക്റ്റ് ഉണ്ടായിരിക്കും അതിൻ്റെ ടിപ്പിൽ. ആ ഓരോ ബ്രാക്റ്റിൽ നിന്നും എന്താണ്, പെഡിസിലേറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് അറൈസ് ചെയ്യും. അതിൻ്റെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ സക്സഷനിലായിരിക്കും. അതായത് ഓൾഡർ ആയിട്ടുള്ള ഫ്ലവേഴ്സ് മാർജിനിലും യങ്ങർ ആയിട്ടുള്ള ഫ്ലവേഴ്സ് സെൻറ്ററിലും ആയിരിക്കും ഉണ്ടാവുക. ഇത് കോറിമ്പ് പോലെ തന്നെയാണ്. കോറിമ്പ് പോലെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് സെയിം ലെവലിലായിരിക്കും കാണുന്നുണ്ടാവുക. പക്ഷേ കോറിമ്പിൽ എന്താണ്, പെഡിസൽസ് ഡിഫറെൻറ്റ് ലെങ്ത്തിലാണ് ഉണ്ടായത്. എന്നാൽ ഇതിലെന്താണ്, പെഡിസൽസ് എന്ന് പറയുന്നത് എന്താണ്, ഒരേ ലെങ്ത്തിലായിരിക്കും. പെഡിസൽസിന് ഈക്വൽ ലെങ്ത് ആയിരിക്കും. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്, പെഡങ്കിളിൻ്റെ അപ്പെക്സ് എന്നായിരിക്കും. ഇതിൻ്റെ റെസിമോസ് നേച്ചർ എങ്ങനെയാണ് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഈ സെൻട്രിപെറ്റലായിട്ടുള്ള ഫ്ലവറിൻ്റെ സെൻട്രിപെറ്റലായിട്ടുള്ള അറേഞ്ച്മെൻറ്റ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ആ ഒരു റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ക്ലസ്റ്റർ ഓഫ് ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഈ ഒരു പെഡങ്കിൾ ഒരു ക്ലസ്റ്റർ ഓഫ് ഫ്ലവേഴ്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. കോമ്പൗണ്ട് ആയിട്ടുള്ള അമ്പലിൽ മെയിൻ ആയിട്ടുള്ള പെഡങ്കിൾ എന്തായിരിക്കും, സെക്കൻഡറി പെഡങ്കിൾസിനെ
പെഡങ്കിൾസ് ഉണ്ടാക്കും. അതിൽ നിന്ന് പെഡിസൽസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു അമ്പലൈറ്റ് മാനറിൽ എന്തുണ്ടായിരിക്കും, ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. കോറിയാൻഡറിൽ, ക്യാരറ്റിലൊക്കെ. ഈ ബ്രാക്റ്റിൻ്റെ ബ്രാക്റ്റിൻ്റെ വേൾ എന്ത് ചെയ്യും, ഒരു ഇൻവലോക്കറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ചില സമയങ്ങളിൽ ഇൻവലോക്കറായിട്ട് ഫോം ചെയ്യും. ഈ ബ്രാക്റ്റിൻ്റെ വേള് ഇൻവലൂക്കർ ഫോം ചെയ്യും. അങ്ങനെയാണ് എന്ത് അമ്പൽ എന്ന് പറയുന്നത്. അമ്പലിൻ്റെ എക്സാമ്പിളാണ് എന്ത്, ബയോഫൈറ്റം, അതായത് നമ്മുടെ മുക്കുറ്റി അമ്പൽ ഇൻഫ്ലോറസൻസ് ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പെഡങ്കിൾ ഉണ്ടായിരിക്കും, പെഡങ്കിളിൻ്റെ ടിപ്പിൽ ബ്രാക്റ്റ് ഉണ്ടായിരിക്കും, ബ്രാക്റ്റിൽ നിന്ന് റൈസ് ചെയ്തിട്ട് എന്തുണ്ടായിരിക്കും, ഓരോ ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും. അതെന്താണ്, അതായത് സെൻട്രി പെറ്റൽ ഫോമിലായിരിക്കും ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് ഈ ഓൾഡർ ആയിട്ടുള്ള ഫ്ലവേഴ്സ് മാർജിനലിലും യങ്ങർ ആയിട്ടുള്ള ഫ്ലവേഴ്സ് സെൻട്രലും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതാണ് അറേഞ്ച്മെൻറ്റ്. ഇവിടെ ഒരു ബ്രാക്റ്റ് ഉണ്ട്, ഇതാണ് പെഡങ്കിൾ, അതിൻ്റെ ബ്രാക്റ്റ്, പിന്നെ പെഡിസെല്ലിൽ ഓരോ ഫ്ലവേഴ്സ് സെൻട്രിപെറ്റലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും ഫ്ലവേഴ്സ്. ഓക്കെ, ഇനി അടുത്തതാണ് എന്ത്, ക്യാപിറ്റുലം അല്ലെങ്കിൽ ഹെഡ്. ഇതൊരു പെക്യുലർ ആയിട്ടുള്ള ഒരു ഇൻഫ്ലോറസൻസ് ആണ്, റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള നമ്മുടെ പെഡങ്കിൾ ഫ്ലാറ്റൻഡ് ആകും. അതിൻ്റെ അപ്പെക്സ് റീജിയനിൽ ഫ്ലാറ്റൻഡ് ആയിട്ട് ഒരു കോൺവെക്സ് പ്ലാറ്റ്ഫോം ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യും. അതിനെ പറയുന്ന പേരാണ് എന്ത്, റെസെപ്റ്റക്കിൾ എന്ന്. അതായത് നമ്മുടെ പെഡങ്കിൾ ഒരു ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു റിസെപ്റ്റക്കിൾ പോലെ ഫോം ചെയ്യും. ഓക്കെ, ഇതിൽ ഒരുപാട് ഫ്ലവേഴ്സ്, ന്യൂമറസ് ആയിട്ടുള്ള ഫ്ലവേഴ്സ്, സെസൈൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് എന്താണ്, സെൻട്രിപെറ്റൽ സെക്സഷനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ റെസെപ്റ്റക്കിളിൻ്റെ ബേസിൽ ഒരുപാട് ഗ്രീൻ ആയിട്ടുള്ള ബ്രാക്റ്റുകൾ ഉണ്ടായിരിക്കും, ട്രയാങ്കുലർ ആയിട്ടുള്ള ബ്രാക്റ്റ് ഉണ്ടായിരിക്കും. അതൊരു ഇൻവലൂക്കർ ഫോം ചെയ്യും. ഈ ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് ക്യാപിറ്റുലം അല്ലെങ്കിൽ ഹെഡ് ഇൻഫ്ലോറസൻസിൻ്റെ ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സിനെ ഫ്ലോററ്റ്സ് എന്നാണ് പറയാറ്. നമ്മൾ പെരിഫറിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫ്ലോററ്റ്സിനെ റേ ഫ്ലോററ്റ് എന്നാണ് പറയുന്നത്. സെൻറ്ററിലുള്ള ഫ്ലോററ്റിനെ നമ്മൾ ഡിസ്ക് ഫ്ലോററ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ പെരിഫറിലുള്ള ഫ്ലോററ്റുകളെ റേ ഫ്ലോററ്റ് എന്നും സെൻറ്ററിലുള്ള ഫ്ലോററ്റിനെ ഡിസ്ക് ഫ്ലോററ്റ് എന്നാണ് നമ്മൾ പറയാറ്. ഫ്ലോററ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഈ ഹെഡ് അല്ലെങ്കിൽ ക്യാപിറ്റുലം ഇൻഫ്ലോറസൻസിലെ ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സിനെ പറയുന്ന പേരാണ് എന്ത്, ഫ്ലോററ്റ്സ് എന്ന്. ഇതിൽ റേ ഫ്ലോററ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് സൈഗോമോർഫിക് ആണ്, അതുപോലെ ഫീമെയിൽ ഫ്ലവേഴ്സ് ആയിരിക്കും. അത് സൈഗോമോർഫിക്കും ഫീമെയിലും ആയിരിക്കും എന്ത്, റേ ഫ്ലോററ്റ് എന്ന് പറയുന്നത്. ഡിസ്ക് ഫ്ലോററ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ആക്ടിനോമോർഫിക്കും ആണ്, അതുപോലെ എന്താണ്, ബൈസെക്ഷുവലും ആണ്. സൈഗോമോർഫിക് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പ്ലെയിനിൽ മാത്രമേ അവരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആക്ടിനോമോർഫിക് എന്ന് പറഞ്ഞാൽ ഏത് പ്ലെയിനിൽ ഡിവൈഡ് ചെയ്താലും സെയിം ആയിട്ടായിരിക്കും. ബൈലാട്രൽ സിമെട്രി, റേഡിയൽ സിമെട്രി എന്ന് പറയില്ല, അതേപോലെ തന്നെ ബൈലാട്രൽ സിമെട്രിയും റേഡിയൽ സിമെട്രിയും പറയില്ല നമ്മൾ. ബൈലാട്രൽ സിമെട്രി ആണ് എന്ത്, സൈഗോമോർഫിക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. റേഡിയൽ സിമെട്രി ആണ് എന്ത്, ആക്ടിനോമോർഫിക്. ഏത് പ്ലെയിനിൽ ഡിവൈഡ് ചെയ്താലും ഈക്വൽ പാർട്സ് കിട്ടും. മറ്റേത് ഒരൊറ്റ പ്ലെയിനിൽ ഡിവൈഡ് ചെയ്താൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, ഈക്വൽ പാർട്സ് കിട്ടുള്ളൂ. അതാണ് സൈഗോമോർഫിക് എന്ന് പറഞ്ഞാൽ. ആക്ടിനോമോർഫിക് എന്ന് പറഞ്ഞാൽ ഏത് പ്ലെയിനിൽ ഡിവൈഡ് ചെയ്താലും ഈക്വൽ പാർട്സ് കിട്ടും എന്നുള്ളത്. ഇനി ചില പ്ലാന്റ്സ്, അതായത് മൈമോസ, ഗോംഫ്രിന, അതിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ റിസെപ്റ്റക്കിൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഫ്ലാറ്റൻഡ് ആണെന്ന് പറഞ്ഞു ക്യാപിറ്റുലം അല്ലെങ്കിൽ ഹെഡ് ഇൻഫ്ലോറസൻസിൽ. ഈ ഒരു മൈമോസയിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ റിസെപ്റ്റക്കിൾ ഫ്ലാറ്റ് അല്ല, മറിച്ച് എന്താണ്, സൊള്ളനായിട്ടുള്ള ഒരു സ്പെറിക്കൽ സ്ട്രക്ചറാണ്. അതിൽ ഫ്ലവേഴ്സ് ഇങ്ങനെ മൊത്തമായിട്ട് അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ബോൾ പോലെ തോന്നിക്കും, സ്മോൾ ബാഡ്മിൻ്റൺ ബോൾ പോലെ തോന്നിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്ന പേര് ഗ്ലോബോസ് ഹെഡ് എന്നാണ്. മൈമോസയിലും ഗോംഫ്രീനയിലും. ഗോംഫ്രീന എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്, വാടാർമല്ലി. മൈമോസ നമുക്കറിയാം തൊട്ടാവാടീൻ്റെ ഫ്ലവർ. ഓക്കെ, ഇതിൽ നമ്മൾ ഇങ്ങനെയാണ് എന്തുണ്ടാവുക, റേ ഫ്ലോററ്റ് ഉണ്ടാവുക. നമ്മൾ ഒരു സൂര്യകാന്തിൻ്റെ പൂവ്
കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എതള് പോലെ കാണുന്ന ഒരു ഭാഗമില്ലേ, അത് ശരിക്കും എന്താണ്, അതിൻ്റെ റേ ഫ്ലോററ്റ് ആണ്. ഓക്കെ, അതിൻ്റെ സെൻറ്ററിൽ കാണുന്ന ആ ഒരു ഭാഗമില്ലേ, അത് മൂത്ത് കഴിഞ്ഞാൽ വിത്തായിട്ട് മാറുന്ന ആ ഒരു ഭാഗം, അതാണെന്ത്, ഈ സെൻറ്ററിൽ കാണുന്ന ഈ പോർഷനിലുള്ളതാണ് എന്ത്, ഡിസ്ക് ഫ്ലോററ്റ്സ്. ഇത് ശരിക്കും ഓരോ ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സാണ്. നമ്മളിങ്ങനെ എതളായിട്ട് ഇങ്ങനെ വിചാരിക്കുമെങ്കിൽ പോലും അത് എന്താണ്, ഓരോന്നും ഓരോ ഫ്ലവേഴ്സാണ്, ഓരോ ഫ്ലവറുകളാണ്. നമ്മൾ എതള് പോലെ നമുക്ക് തോന്നിക്കുന്ന ആ ഒരു ഭാഗം എന്താണ്, ഓരോ ഫ്ലവേഴ്സാണ്. ഓക്കെ, കണ്ടോ, ഇതൊരു ഫ്ലവറാണ്, ഇത് ഓരോ ഫ്ലവേഴ്സാണ്. ഇതാണ് എന്ത്, സെൻട്രൽ കാണുന്നതാണ് എന്ത്, ഡിസ്ക് ഫ്ലോററ്റ്. പെരിഫറൽ കാണുന്നതാണ് എന്ത്, റേ ഫ്ലോററ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലും എന്താണ്, ഇതിൽ ഗ്ലോബോസ് ആയിട്ടാണ് ഉണ്ടാവുക, ഗ്ലോബോസ് ഹെഡ്. ഇതിൻ്റെ റിസപ്റ്റുകൾ എന്താണ്, സൊളനായിട്ടുള്ള ഒരു സ്പെറിക്കൽ ഫോമിലാണ് ഉണ്ടാവുക. എന്നിട്ട് അതിൽ ഫ്ലവേഴ്സ് എന്താണ്, മൊത്തമായിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ഇതാണ് എന്ത്, റേ ഫ്ലോററ്റ്. ഇതാണ് റേ ഫ്ലോററ്റ്. ഇതാണ് എന്ത്, ഡിസ്ക് ഫ്ലോററ്റ്. ഈ ഒരു പോർഷൻ മൊത്തം ഡിസ്ക് ഫ്ലോററ്റ്. ഓക്കെ, ഡിസ്ക് ഫ്ലോററ്റ്. ഇനി അടുത്തൊരു കേസാണ് എന്ത്, കാറ്റ്കിൻ അല്ലെങ്കിൽ അമൻറ്റം. ഇതെന്ന് പറയുന്ന ഒരു പെൻഡുലസ് ടൈപ്പാണ്. ഇത് സ്പൈക്ക് പോലെ തന്നെയാണ്. എന്താണ്, സെസൈൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്, യൂണിസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്. ഇതിൻ്റെ ആക്സിസ് എന്താണ്, തിൻ ആൻഡ് വീക്ക് ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അക്കാലിഫ, മോറസ്, ആർട്ടോകാർപ്പസ് ഒക്കെ. അതാണ് കാറ്റ്കിൻ അല്ലെങ്കിൽ അമൻറ്റം. നമ്മുടെ പൂച്ചവാലൊക്കെ ഇല്ലേ, പൂച്ചവാലിൻ്റെ ഫ്ലവർ സ്പൈക്ക് പോലെ തന്നെയാണ്. സ്പൈക്ക് ഇങ്ങനെ എന്താ, ഇങ്ങനെ തൂക്കിയിട്ട പോലെയാണ് എന്തുണ്ടാവുക, ഈ ഒരു കാറ്റ്കിൻ അല്ലെങ്കിൽ അമൻറ്റം ഉണ്ടാവുക. പെൻഡുലസ് ടൈപ്പ് ആണെന്ന് ആലോചിക്കാം. അതുപോലെ സ്പൈക്കിനെ പോലെ സിമിലർ ആണ്, സെസൈൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്, യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണ്. ഇതിൻ്റെ ആക്സിസ് കുറച്ച് തിൻ ആൻഡ് വീക്കാണ് ഉള്ള കാര്യം ഓർക്കുക. ഡയഗ്രാം പഠിച്ചു വെക്കുക, സ്പൈക്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരയ്ക്കാം. അതായത് സ്പൈക്ക് ഇങ്ങനെ തൂക്കിയിട്ട പോലെ വരയ്ക്കാം. അങ്ങനെയാണ് ഇതിൻ്റെ ഡയഗ്രാം വരുന്നത്. പറഞ്ഞില്ല, പൂച്ചവാല്. അപ്പോൾ ഇവിടെ ആയിരിക്കും എന്തുണ്ടാവുക, ഓൾഡർ ഫ്ലവർ ഉണ്ടാവുക, ഈ ടിപ്പിലായിരിക്കും യങ്ങർ ഫ്ലവർ ഉണ്ടാവുക. ഇനി നമ്മൾ ഓരോന്നിൻ്റെയും ഡയഗ്രാം നോക്കുകയാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും ഡയഗ്രാം എന്താ, വരയ്ക്കാൻ പഠിക്കാം. റെസീമാണ് എന്താണ്, സെയിം, പെഡിസിലിൻ്റെ ലെങ്ത് ഒക്കെ ഏകദേശം സെയിം ആയിരിക്കും. ഓൾഡർ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ബേസിലും യങ്ങർ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ടിപ്പിലും അക്രോപിറ്റൽ സക്സഷനിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഫ്ലവേഴ്സ് എന്താണ്, പെഡിസൽ ഉണ്ടായിരിക്കും, പെഡിസലേറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും. സ്പൈക്ക് വരുമ്പോൾ എന്താണ്, റെസീമിൽ തന്നെ പെഡിസൽ ഇല്ലാത്തതാണ് എന്ത്, സ്പൈക്ക്. ഈ സ്പൈക്കിനെ ഇൻവേർട്ട് ചെയ്തതാണ് എന്ത്, കാറ്റ്കിന്. സ്പാഡിക്സ് ആണെന്നുണ്ടെങ്കിൽ ഡിപ്രഷനിൽ ഫ്ലവേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. താഴെ ജനറലി താഴെ എന്തായിരിക്കും, ഫീമെയിൽ ഫ്ലവേഴ്സും മേലെ എന്തായിരിക്കും, മെയിൽ ഫ്ലവേഴ്സും ആയിരിക്കും അറേഞ്ച് ഉണ്ടായിരിക്കുക. ഒരു ബ്രാക്റ്റ്, ലെതറി ആയിട്ടുള്ള ബ്രാക്റ്റ് ആ ഹോളായിട്ടുള്ള ഇൻഫ്ലുവൻസസിനെ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. ഡിപ്രഷൻസിലായിരിക്കും ഈ ഫ്ലവേഴ്സ്, സെസൈലായിട്ടുള്ള യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ടാവുക. ഈ പെടങ്ങളുടെ ഡിപ്രഷൻസിലായിരിക്കും. ആ കാര്യങ്ങളൊക്കെ പറയാം. ഇനി കോറിമ്പ് എന്ന് പറഞ്ഞാൽ സെയിം ലെങ്ത്തിലായിരിക്കും ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കുക. അതിൻ്റെ പെഡിസിലിൻ്റെ ലെങ്ത്ത് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ഓൾഡർ ആയിട്ടുള്ള ഫ്ലവേഴ്സിന് നല്ല ലെങ്ത്തുള്ള പെഡിസിലായിരിക്കും ഉണ്ടാവുക. യങ്ങർ ഫ്ലവേഴ്സിന് ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പെഡിസൽ ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക. ഇനി അമ്പലിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെടങ്കളിൻ്റെ ടിപ്പിൽ എന്തുണ്ടായിരിക്കും, ബ്രാക്റ്റ് ഉണ്ടായിരിക്കും. പെഡിസിലൊക്കെ സെയിം ലെങ്ത് ആയിരിക്കും. എന്താണ്, മാർജിനിൽ എന്തായിരിക്കും, ഓൾഡർ ഫ്ലവേഴ്സ് ആയിരിക്കും മാർജിനിൽ ഉണ്ടാവുക. സെൻട്രൽ എന്തായിരിക്കും, യങ്ങർ ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ക്യാപിറ്റൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റലത്തിൽ ഒരു എന്താണ്, നമ്മുടെ പെടങ്കളിൻ്റെ ടിപ്പ് എന്താണ്, ഫ്ലാറ്റൻ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. സെൻട്രിപിറ്റലിൽ അതിൽ പെരിഫറിൽ കാണുന്നത് റേ ഫ്ലോററ്റ്, സെൻട്രലിൽ കാണുന്ന ഡിസ്ക് ഫ്ലോററ്റ്.
ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. അതുതന്നെ ഗ്ലോബോസ് ഹെഡ് ഉണ്ട്, അതായത് സ്പെറിക്കൽ ആയിട്ടുള്ള റിസപ്റ്റക്കിളുള്ളിടത്ത് ഗ്ലോബോസ് ഹെഡ് എന്നാണ് പറയാറ്. അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളും ഓർക്കുക. നമ്മളെ ഹെഡ് ഇൻഫ്ലോറസൻസിൻ്റെ എക്സാമ്പിൾ നമ്മുടെ സൂര്യകാന്തി ആണ് അതിൻ്റെ എക്സാമ്പിൾ വരുന്നത്. പിന്നെന്താണ് പാനിക്കിൾ നമ്മളെ മാവാണ് എക്സാമ്പിൾ. റെസീം ബ്രാഞ്ച് ചെയ്തതാണ് എന്ത് പാനിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പെഡങ്കിൾ ഉണ്ടായിരിക്കും, അത് സെക്കൻഡറി പെഡങ്കിൾസ് ഉണ്ടായിരിക്കും. സെക്കൻഡറി പെഡങ്കിൾസിൽ റെസീം ഫ്ലവേഴ്സിൻ്റെ അതേപോലെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.